ഇനി നമുക്കിതിൻ്റെ മലയാളം എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാനിതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നത്. മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ഫോണിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ സിമ്പിളായിരിക്കും. നിങ്ങൾ കീപാഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യാം. പക്ഷേ കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യുന്ന ആളുകൾ കുറ്റി പെൻസിൽ എന്ന് പറയുന്നൊരു സൈറ്റ് ഉണ്ട്. അതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, കുറ്റി പെൻസിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ എഴുത്തുപകരണങ്ങൾ, അതായത് ഗൂഗിൾ എന്തായിരുന്നു അതിൻ്റെ പേര്, ഇൻപുട്ട്, ഗൂഗിൾ ഇൻപുട്ട് മലയാളം, ഗൂഗിൾ എഴുത്തുപകരണങ്ങൾ എന്ന് പറയുന്ന സാധനത്തിലേക്ക് വരാം. ഇവിടെ മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കുക, ലാംഗ്വേജ് മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കുക. മലയാളം ടൈപ്പ് ചെയ്യാനുള്ള ഇത്രയും ഓപ്ഷൻസ് അവൈലബിൾ ആണ്. മംഗ്ലീഷ് ടൈപ്പ് ചെയ്തിട്ട് മലയാളം വരുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്, അതെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ടൈപ്പ് ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ ഇൻസ്ക്രിപ്റ്റ് ടൈപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ടൈപ്പ് റൈറ്റിംഗ് അറിയുന്നവരൊക്കെ ആണെങ്കിൽ അത് ഉപയോഗിക്കാം. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരാണ് കേട്ടോ. ആൻഡ് മലയാളം കൈയക്ഷരം വേണ്ടവർക്ക് ഇത് ഉപയോഗിച്ചും ടൈപ്പ് ചെയ്യാം. എഴുതിയിട്ട് ടൈപ്പ് ചെയ്യാറില്ലേ മലയാളം, ഇങ്ങനെ ചെയ്യുന്നവർക്ക് അതും ഉപയോഗിക്കാം. ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിനനുസരിച്ച് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തെടുക്കാം. ഇവിടെ ഞാനിപ്പം കുറ്റി പെൻസിലാണ് ഉപയോഗിക്കുന്നത്. കുറ്റി പെൻസിലും ഇൻസ്ക്രിപ്റ്റ്, ടൈപ്പ് റൈറ്റിംഗ്, ഇംഗ്ലീഷ് ഒക്കെ ഓപ്ഷൻസ് ഉണ്ട്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. കുറ്റി പെൻസിൽ മൊബൈലിൽ വരുന്ന സമയത്ത് ഈ ഒരു സിമ്പിൾ മറക്കരുത്, ഗൂഗിൾ ടൈപ്പിംഗ്. ഇപ്പോൾ നമ്മൾ കണ്ട ഗൂഗിൾ ടൈപ്പിങ്ങിൻ്റെ അതേ ഓപ്ഷൻസ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കണ്ടന്റ് നോക്കാം. 50% ഓഫ്, അതിൻ്റെ ആവശ്യമില്ല. ഐസ്ക്രീം, അതാണ് നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. ഐസിങ്ങനല്ലേ, ഐസ്ക്രീം. ആൻഡ് 50% ഓഫ്. തൽക്കാലം ഇത്രയും മതി എന്ന് തോന്നുന്നു എനിക്ക്. സിമ്പിൾ ഡെലീഷ്യസ് എവറി ടൈം. അതിൻ്റെ മലയാളം എന്താണ്, ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? എനിവേ, മലയാളം ടൈപ്പ് ചെയ്യുമ്പോൾ 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമുക്ക് യൂണിക്കോഡ് ഫോണ്ട് എന്ന് പറയുന്ന ഫോണ്ട് ഉണ്ട്. ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതൊക്കെ യൂണിക്കോഡാണ്. നമ്മൾ മൊബൈലിൽ ടൈപ്പ് ചെയ്യുന്നതും വെബ്സൈറ്റിൽ നമ്മൾ റീഡ് ചെയ്യുന്നതും ഇതൊക്കെ യൂണിക്കോഡ് ഫോണ്ടുകളാണ്. സ്വാദിഷ്ടമായ ഐസ്ക്രീം, താങ്ക് യു. ദൈവമേ, എങ്ങനെ സ്വാദിഷ്ടമായ രുചി എന്ന് കൊടുക്കാം. ഒരു ഐസ്ക്രീം വന്നതല്ലേ, നമുക്ക് രുചി എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഡയറക്റ്റ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്ത സാധനം, മൊബൈലിലോ മറ്റോ ടൈപ്പ് ചെയ്ത സാധനം നമുക്കിവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മളുടെ യൂണിക്കോഡ് ഫോണ്ട് എന്ന് പറയുന്ന സാധനം. യൂണിക്കോഡ് ഫോണ്ടിൽ നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫോണ്ടുകളാണുള്ളത്. നമ്മുടെ ഈ പ്രീമിയത്തിനകത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ മലയാളം ടൈപ്പ് ചെയ്യാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അപ്ലോഡഡ് ഫോണ്ട് എന്ന് പറയുന്ന സെഷൻ ഉണ്ട്. ഇതിനകത്ത് ഈ ഇംഗ്ലീഷിൽ കാണിച്ചിരിക്കുന്നതെല്ലാം യൂണിക്കോഡ് ഫോണ്ടുകളാണ്. ഇത് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. സ്വാദിഷ്ടമായ രുചി എന്നുള്ള സാധനം ഇതൊക്കെ ഇതേപോലെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോണ്ടുകൾ ഇവിടെ അവൈലബിൾ ആണ്, ഇത് ഉപയോഗിക്കാം. ബട്ട് ഇതിൽ കൂടുതലായിട്ടുള്ള ഫോണ്ടുകൾ ഇത്തരത്തിലുള്ള ഫോണ്ടുകളാണ് ഈ മലയാളം കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ML സീരീസിൽ വരുന്ന ഫോണ്ടുകളെല്ലാം ഏത് ഫോണ്ട് ഇട്ട് കഴിഞ്ഞാലും ഈ ഒരൊറ്റ സംഭവമായിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഇതുമാതിരി മാത്രമേ കാണിക്കുള്ളൂ. ഏത് ഫോണ്ട് ഇട്ടാലും ആ ഫോണ്ടിൻ്റെ കംപ്ലീറ്റ് ആക്സസ് കിട്ടില്ല. അപ്പോൾ ഇതിന് നമ്മളൊരു MLTT എന്ന് പറയുന്ന ഇതിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ കുറ്റി പെൻസിൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ, ഓൺലൈൻ ടൂൾ ഉപയോഗിക്കുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്യുക, കൺവേർട്ട് ടു FML സീരീസ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. മൊബൈലിലൊക്കെ ഇതുപോലെ തന്നെയാണ് കേട്ടോ. ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കാണിക്കും ടെക്സ്റ്റ് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ചോദിക്കും. ആവശ്യമുള്ളത് ഏതാണോ അത് മാത്രമാണെങ്കിൽ അങ്ങനെ കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ മൊത്തത്തിൽ കോപ്പി ചെയ്യണമെങ്കിൽ അങ്ങനെ കോപ്പി ചെയ്യാം. കോപ്പി കൊടുക്കുക. ഇനി ഇവിടെ വരിക, പേസ്റ്റ് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ,
ഇവിടെ ചെറിയ വേറൊരു കുഴപ്പമുണ്ട്. ഇങ്ങനെ പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കാണിക്കുകയാണെങ്കിൽ അതിനർത്ഥം നമ്മളിത് ക്യാപ്സ് ലോക്ക് ഓൾ ക്യാപ്സ് ഓൺ ആക്കിയിട്ടുണ്ടാവും. ഇത് അൺചെക്ക് ചെയ്യുക. ഇപ്പോൾ കണ്ടോ, കറക്റ്റ് നമ്മൾ ഏത് ഫോണ്ടാണോ സെലക്ട് ചെയ്തത് ആ ഫോണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ ഫോണ്ട് സെറ്റിലാണ് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഫോണ്ടുകൾ ഉള്ളത്. ഓക്കെ, ഇപ്പോൾ ഏത് ഫോണ്ടാണോ വേണ്ടത് അത് ചൂസ് ചെയ്ത് കൊടുക്കുക. ഈ നോട്ട എന്നൊക്കെ പറയുന്നത് നമ്മളുടെ യൂണിക്കോഡ് ഫോണ്ടാണ് കേട്ടോ. ഇതൊക്കെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോണ്ടുകൾ. നമുക്ക് തൽക്കാലം വീരാൻകുട്ടി എന്ന് പറഞ്ഞ ഫോണ്ട് എടുക്കാം. ആൻഡ് ഈ ഐസ്ക്രീം വേണ്ട, സ്വാദിഷ്ടമായ രുചി മൊത്തത്തിലാണ് കോപ്പി ആയിട്ടുള്ളത്, സ്വാദിഷ്ടമായ രുചി. ഇത് ലെറ്റേഴ്സ് എല്ലാം വിട്ടാണ് കിടക്കുന്നത്. അവിടെ സ്പേസിങ്ങിൽ വരിക, സ്പേസിങ്ങിൽ ടെക്സ്റ്റ് ലെറ്റർ ആണ്, ലെറ്റർ ഒന്ന് അടുപ്പിച്ച് കൊടുക്കുക. ആൻഡ് സൈസ് വേണമെങ്കിൽ ഇവിടെ ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ ഐസ്ക്രീം എന്ന് പറയുന്ന സാധനം മാറ്റണം. പേസ്റ്റ് ചെയ്യുന്നു. ഫോണ്ട് ക്ലിക്ക് ചെയ്യുന്നു. ഇതിനകത്തുനിന്ന് ഇവിടെയും ഓൾ ക്യാപ്സ് ആണ്. സോ ഐസ്ക്രീം. ഇനി ഇവിടെ കൊണ്ടുപോയിട്ട് നമ്മളുടെ യൂണിക്കോഡ് ഫോണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കാണിക്കുക. നമ്മൾ കൺവേർട്ട് ചെയ്ത ടെക്സ്റ്റ് ആണ്. സോ മലയാളത്തിൽ ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇതിൽ ടൈപ്പ് റൈറ്റിംഗ് ഫോണ്ട് ഉണ്ട്. മലയാളത്തിൽ 6 ടൈപ്പ് ഫോണ്ടുകളുണ്ട്, 6 ഡിഫറെൻറ്റ് ടൈപ്പുകൾ ഫോണ്ടുകളുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ദിസ് ഇസ് ഗുഡ്. നമുക്ക് ഇനിയിപ്പോൾ ഫോണ്ട് സൈസ് വലുതാക്കണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്യാം. മലയാളം ഇങ്ങനെയാണ് ടൈപ്പ് ചെയ്യുക എന്നുള്ള കാര്യം ഓർക്കുക. ഇനി നമുക്കിതിന് മൊത്തത്തിലൊരു ആനിമേഷൻ കൊടുക്കണം. സോ ഞാനിത് സെലക്ട് ചെയ്ത് ആനിമേറ്റ് കൊടുക്കുന്നു. പേജ് അനിമേഷൻ കൊടുത്ത് നോക്കാം. സിമ്പിളായിട്ട് നമുക്ക് പേജ് അനിമേഷൻ കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള 1-2 അനിമേഷൻസ് മാത്രം മാറ്റുവാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഒരേപോലത്തെ അനിമേഷൻസ് വരുന്നത് ഭയങ്കര ബോറായിരിക്കും ചില സമയത്ത്. എല്ലാ ഡിസൈനും അല്ല, ചില ഡിസൈൻ അത് ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ നോക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഇവിടെ സജഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് പറ്റിയിട്ടുള്ള ഇതൊന്ന് പറയുന്നു. നമുക്കിത് തന്നെ കൊടുക്കാം. ഓക്കെ, മൊത്തത്തിലുള്ള അനിമേഷനാണ്. ഇവിടെ പ്ലേ കൊടുക്കുന്നു. അത് ഫസ്റ്റ് പേജ് ഉണ്ടായതുകൊണ്ടാണ് ഈ സ്റ്റില്ല് കാണിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ പേജ് പ്ലേ ആവുള്ളൂ. നമുക്ക് ആ ഓർഡർ ഒന്ന് മാറ്റാം. നിങ്ങൾക്കിത് ഇങ്ങനെ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല, മാറ്റിയിട്ട് ചെയ്യാം. ഞാനിത് സൂം ഔട്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ ഓർഡർ ഇത് മുകളിലേക്ക് മാറ്റുന്നു. നമുക്ക് അനിമേഷൻ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കിട്ടും. മലയാളം അപ്പോൾ ഫസ്റ്റ് വന്നു. ഓക്കെ, ഇനി ഇതിന് മാത്രം നമുക്ക് ഇത് വരുന്ന അത്ര സുഖമില്ല. അപ്പോൾ അതിന് മാത്രം വേറെ അനിമേഷൻ, അതിന് മാത്രം നല്ല ഏതിന് വേണമെങ്കിലും നിങ്ങൾക്ക് ഡിഫറെൻറ്റ് അനിമേഷൻ കൊടുക്കാം. ഇത് സെലക്ട് ചെയ്യുന്നു, അതിന് മാത്രം നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അനിമേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അയ്യോ, അത് ഭീകരമായിട്ടുണ്ടാവും. റിമൂവ് അനിമേഷൻ. അനിമേഷൻ നമുക്ക് ഫസ്റ്റ് ഒന്ന് അനിമേറ്റ് ചെയ്യാം. അനിമേറ്റ്. എനിവൺ. തൽക്കാലം നമുക്കിത് കൊടുക്കാം. I think this is better.
സി ഇപ്പോൾ മൊത്തത്തിലൊരു അനിമേഷൻ കൊടുത്തതിന് ശേഷം ഇങ്ങനെ കൊടുത്താലും മതി. നിങ്ങൾക്ക് ആ ഒരു ടൈം ലാഭിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്കിത് എക്സ്പോർട്ട് ചെയ്യണം. എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ ഷെയർ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതിന് മുമ്പ് ഇവിടെ ടൈമർ എന്ന് പറയുന്ന ടൈമർ അല്ല, ടൈം നമുക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ തംബ്നെയിൽ വ്യൂ എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അനിമേഷൻസിൻ്റെ ടൈം ലൈൻ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഡ്യൂറേഷൻ വേണമെങ്കിൽ കൂട്ടാം. ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ഡ്യൂറേഷൻ കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തേതായിരുന്നു അനിമേഷൻ അല്ലേ? ഡ്യൂറേഷൻ ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര ഡ്യൂറേഷനാണോ വേണ്ടത് അത്രയും ഡ്യൂറേഷൻ ഇൻക്രീസ് ചെയ്യും. 20 സെക്കൻഡാണ് കൊടുത്തിട്ടുള്ളത്. പോസ്റ്റ് പിന്നെയും മാറിയില്ല. ഓക്കെ, അപ്പോൾ എത്ര ആ ഡ്യൂറേഷൻ ഇവിടെ ഇൻക്രീസ് ആകുന്ന കാണാൻ പറ്റും. അപ്പോൾ സ്റ്റോറിയൊക്കെ ഇടുന്ന സമയത്ത് മിനിമം ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡ് 10 സെക്കൻഡെങ്കിലും മിനിമം കൊടുക്കുക. അത് മൊത്തത്തിൽ പ്ലേ ആയി ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ദെൻ ഷെയറിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയറിങ് ഓപ്ഷൻസ് ഇവിടെ കാണാം. ആദ്യത്തേത് ഡൗൺലോഡിംഗ് ആണ്. നമ്മുടെ കമ്പ്യൂട്ടറിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസിലേക്കോ സേവ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇത് കൊടുക്കുന്നത്. ആൻഡ് ഇത് സെൻഡ് ടു ടീച്ചർ, നമ്മൾ ഇത് അനുസരിച്ച് ടീച്ചർക്ക് സെൻഡ് ചെയ്യാനുള്ളതാണ്. ദെൻ പബ്ലിക് ലിങ്ക് വ്യൂ, ഇത് കൊടുത്തു കഴിഞ്ഞാൽ പുറമേ ഉള്ള ആളുകൾക്ക് ഡയറക്റ്റ് ആയിട്ട് കാണാനുള്ള ഓപ്ഷനാണ്. പ്രിന്റ് വിത്ത് ക്യാൻവയിൽ പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇതിൽ വരുന്നത്. പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. നെക്സ്റ്റ് LMS ഓപ്ഷനാണ്. ദെൻ ഗൂഗിൾ ക്ലാസ് റൂം, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് എക്സ്പോർട്ടിങ് ഓപ്ഷൻസ്, ഷെയറിങ് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡിംഗ് ആണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡിൽ ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫയൽ ഫോർമാറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ MP4 ഉണ്ട്. ഇപ്പോൾ ഇത് സ്റ്റില്ലായിട്ടാണ്, അനിമേഷൻ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്യുക, JPG കൊടുക്കുക അല്ലെങ്കിൽ PNG കൊടുക്കുക, PDF, SVG പ്രീമിയം ഫീച്ചറാണ്. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള PPT, GIF, ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് അനിമേഷനാണ് ചെയ്യുന്നത്, അത് സെലക്ട് ചെയ്ത് കൊടുത്തു. വീഡിയോ ആയിട്ടാണ് നമുക്ക് വേണ്ടത്, സോ അത് സെലക്ട് ചെയ്ത് കൊടുത്തു. ക്വാളിറ്റി കൂട്ടണമെങ്കിൽ ഇവിടെ ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് പ്രീമിയം ഫീച്ചറിൽ മാത്രമാണ് ഉള്ളത്. നേരത്തെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് കൂട്ടാൻ പറ്റുമോ എന്നുള്ളത്. അതുപോലെ തന്നെ JPG കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ പ്രീമിയം അല്ലാത്ത ഫീച്ചർ ഉപയോഗിക്കുകയാണെങ്കിൽ 80% ക്വാളിറ്റി കിട്ടുള്ളൂ, സൈസ് കൂട്ടാനൊന്നും പറ്റില്ല. ആൻഡ് എനിവേ MP4 വന്നു. ഇനി ക്വാളിറ്റി കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം. 4K റെസൊല്യൂഷൻ വരെ നിങ്ങൾക്കിത് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് പേജ്, ഇവിടെ നമ്മൾ 2 പേജ് ചെയ്തിട്ടുണ്ട്, പേജ് 1, പേജ് 2. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന പേജാണ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്യുക, ഓൾ പേജസ് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ സിംഗിൾ പേജ് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് കറണ്ട് പേജ് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ കറണ്ട് പേജ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് പേജ് മാത്രം, നമ്മൾ നിൽക്കുന്ന പേജ് മാത്രം എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇത് മാത്രമാണ് ആവശ്യമുള്ളത്. ഡൺ കൊടുക്കുക, ഡൗൺലോഡ് കൊടുക്കുക. വീഡിയോ ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കും, ഡൗൺലോഡ് ചെയ്യാനൊരു സമയം കൊടുക്കുക, അത് ഡൗൺലോഡ് ആയിക്കോളും. ആൻഡ് സ്റ്റില്ലാണെങ്കിൽ ഡൗൺലോഡ് കൊടുക്കുക. ആൻഡ് ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് സൈമിൾട്ടേനിയസ് ആയിട്ട് അത് എക്സ്പോർട്ട് ചെയ്യാം. ഞാൻ PNG ആണ് കൊടുക്കുന്നത്, 1080. ഇത് ക്വാളിറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ദെൻ
നമ്മളുടെ പേജ് 2 ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കറണ്ട് പേജ് മാറ്റിയിട്ട് സെലക്ട് ഓൾ പേജ് മാറ്റി നമ്മൾ സെക്കൻഡ് പേജ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, ഡൺ കൊടുക്കാം. അപ്പോൾ ഒരെണ്ണം ഡൗൺലോഡിങ് നടക്കുന്നുണ്ട്. ഇതിൻ്റെ പേര് ഇവിടെ കൊടുക്കുക, ഐസ്ക്രീം മലയാളം. ഓക്കെ, ഡൗൺലോഡ്സിലേക്ക് അത് സേവ് ആയിക്കോളും. ആൻഡ് ഇത് നമുക്ക് ഡൗൺലോഡ് കൊടുക്കാം. ഇത് PNG ആണ്, ഐസ്ക്രീം പോസ്റ്റ്, സംതിങ് ലൈക്ക് ദാറ്റ്. നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പേര് കൊടുക്കുക. ദെൻ സിമ്പിൾ, ദിസ് ഇസ് നമ്മുടെ പോസ്റ്റ് ആൻഡ് ദിസ് ഇസ് നമ്മുടെ അനിമേഷൻ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇതിനകത്തുള്ള കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, അനിമേഷൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്കകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇപ്പം അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കേണ്ടവർക്ക് അങ്ങനെയും ചോദിക്കാം. നമുക്കൊരു ചെറിയൊരു Q&A സെഷൻ എടുക്കാം. ഞാൻ അൺമ്യൂട്ട് ചെയ്യാം, സോറി, ഞാൻ ഇത് ഓൺ ചെയ്യാം. ഡൗട്ടുള്ളവർക്ക് ചോദിക്കാം കേട്ടോ. ലോഗോ ഡിസൈനിങ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന് പറയാമോ? ലോഗോ ഡിസൈനിങ്, ഇതിനകത്ത് നമുക്ക് ലോഗോ ഡിസൈനിങ്ങിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ലോഗോ ഡിസൈനിങ് ഒരു ഡിസൈൻ പാറ്റേണിൽ വരുന്ന സമയത്ത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാലും നിങ്ങൾക്ക് ഏത് കൈൻഡ് ഓഫ് ലോഗോ എന്ന് പറയുന്നത് പല ടൈപ്പ് ലോഗോസ് ഉണ്ട്. ടെക്സ്റ്റ് ബേസ് ലോഗോസ്, എംബ്ലം ഉണ്ട്. അപ്പോൾ ഏത് ടൈപ്പ് ലോഗോയാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം, അത് ചൂസ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഒരു ലോഗോ, എന്ത് തരത്തിലുള്ള ലോഗോ, ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഞാൻ സർ ലോഗോ ഡിസൈനിങ്ങിനെ കുറിച്ച് പറയാമോ? വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ബിസിനസ്. വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ബിസിനസ്. ഇപ്പോൾ ഫോട്ടോഗ്രാഫി ലോഗോ, പറഞ്ഞോളൂ. ഇത് പറഞ്ഞു. ഹൈ എൻഡ് ലോഗോ ഡിസൈനിങ് നമുക്ക് ഇതിനകത്ത് അത്രയ്ക്ക് പോസിബിൾ അല്ല. ഓക്കെ, അപ്പം ഉദാഹരണത്തിന് ലൈക്ക് ഈ ആറിന്റെ പകുതി വെച്ചിട്ട് മറ്റൊരു ലെറ്ററിന്റെ പകുതി അങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. അതൊക്കെ ചേഞ്ച് ചെയ്യാം. അത് കൊടുക്കാം. ഡെഫിനറ്റ്ലി. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞ ഈ സാധനം വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമ്മളുടെ ഫോട്ടോഗ്രാഫി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലോഗോ ചെയ്യാം. ഫോട്ടോ ലോഗോ പല കൈൻഡ് ഓഫ് ലോഗോസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ ടെക്സ്റ്റ് ആൻഡ് എലമെന്റ് കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റ് മാത്രം കൊടുത്തിട്ടുണ്ട്, ലെറ്റേഴ്സ് കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് ടൈപ്പാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക. ഓക്കെ, വേണ്ട, ഇതിൽ ടെക്സ്റ്റ് മാത്രമാണുള്ളത്, ഇതിലൊക്കെ ടെക്സ്റ്റ് മാത്രമാണുള്ളത്. ഇത് ലെറ്റേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇതിനകത്ത് കണ്ടോ എംബ്ലം മാതിരിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് കൈൻഡ് ഓഫ് ലോഗോയാണ്, ഏത് ടൈപ്പ് ഓഫ് ലോഗോയാണ് നിങ്ങൾക്ക് വേണ്ടത്, അതിനെക്കുറിച്ച് ആദ്യം നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഓക്കെ, ഇപ്പം തൽക്കാലം നമുക്ക് ഒരു ടെക്സ്റ്റ് ആൻഡ് ലെറ്റർ ആൻഡ് എലമെന്റ് വരുന്ന ഒരു ലോഗോ ചൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ബ്ലാങ്ക് എന്ന് ക്രിയേറ്റ് ചെയ്യാം, അതാണ് കുറച്ചുകൂടെ നല്ലത്. ബ്ലാങ്ക് സെലക്ട് ചെയ്യുന്നു. ഒരു പേര് പറയോ? ആരായിരുന്നു പറഞ്ഞു? രാധിക.
ഒരു പേര് പറഞ്ഞാൽ നമുക്കതിൽ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ലോഗോ നൈക്ക നോട്ട്. ഓക്കെ, അപ്പോൾ എന്നും കെയ്ക്കും ആയിരിക്കും അതിന് പ്രാധാന്യം ഉണ്ടാവുക. നമുക്കിവിടെ ഫോട്ടോഗ്രാഫിയുടെ എലമെൻസുകൾ എന്തെങ്കിലും നോക്കാം. ഫോട്ടോഗ്രാഫി ആയിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള എലമെൻസുകൾ നോക്കാം. ഗ്രാഫിക്സിലോ ഇതിലേക്ക് നോക്കാം. തൽക്കാലം നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള റെക്കമെൻഡേഷനും കൂടെ കാണിക്കും കേട്ടോ. അപ്പോൾ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ, ഒരു ധാരണ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ആ നോട്ട് എന്ന് പറയുമ്പോൾ വെഡ്ഡിങ് റിലേറ്റ് ചെയ്തിട്ടില്ലേ വരുന്നത്. തൽക്കാലം ഞാൻ ഇത് എടുക്കുന്നത് പ്രോ ആണ്. കണ്ടോ, നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്തപ്പോൾ അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി സംഭവങ്ങൾ കാണിച്ചു. ഓക്കെ, ഇതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ച്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വരച്ചൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡ്രോ ഉപയോഗിക്കാം കേട്ടോ. സോറി, ഈ ഡ്രോ ഉപയോഗിക്കാം. ഡ്രോ ഉപയോഗിച്ച് അതിനകത്ത് ആവശ്യമുള്ള സാധനങ്ങൾ വരച്ചെടുക്കാം. ഇതിൽ അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഫോണ്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് സത്യത്തിൽ നല്ലൊരു ആർട്ട് തന്നെ വേണമെങ്കിൽ പറയാം. തൽക്കാലം ഞാനത് സെലക്ട് ചെയ്യുന്നു. ആൻഡ് ടൈപ്പ് സബ് ടൈറ്റിൽ വെക്കാം. ഇത് ലെഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ലെഫ്റ്റ് അലൈൻമെൻറ്റ് ചൂസ് ചെയ്യാം. അലൈൻമെൻറ്റ് ഇവിടെയാണ് ചൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ മൊബൈലിൽ വരുന്ന സമയത്ത് അവിടെ ഒരു ബി എന്ന് പറയുന്ന സിമ്പിൾ കാണിക്കും. അതിനകത്താണ് ഈ അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക കേട്ടോ. ഇനി ഫോണ്ട് ചൂസ് ചെയ്യണം. ഇത് അത്യാവശ്യം ശ്രമകരമായിട്ടുള്ളൊരു പണിയാണ്. ആൻഡ് മാനുവലായിട്ട് നമുക്കത് ഓപ്ഷനുള്ളൂ. ഇതിനകത്ത് നമുക്ക് കുറച്ച് എലഗൻ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് വിൻറ്റേജ്, എലഗൻ്റ് എന്നൊക്കെ പറയുന്ന ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ഫോണ്ട് കാറ്റഗറി ഉണ്ട്. സോ ഫോണ്ട് കാറ്റഗറിയിൽ പോയിട്ട് നോക്കുന്നത് തന്നെയായിരിക്കും നന്നാവുക. മറ്റേത് ഒത്തിരി ഫോണ്ടുകളുണ്ട്. ഇനി പ്രീമിയം ഫീച്ചേഴ്സും കൂടെ ഉപയോഗിക്കുമ്പോൾ ഫോണ്ട്സിൻ്റെ ഒരു കലവറ തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്നോ മറ്റൊക്കെ നിങ്ങളൊരു നല്ല ഫോണ്ട് കണ്ടുപിടിച്ചിട്ട് അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോണ്ട് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. സമയം പോകുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ തൽക്കാലം ഒരു ഇതിലേക്ക് പെട്ടെന്ന് എത്തൂട്ടോ. നോ വറീസ്. തൽക്കാലം നമുക്ക് ഈ ഫോണ്ട് എടുക്കാം. ഞാൻ നേരത്തെ എടുത്ത ഫോണ്ട്. ഓക്കെ, ക്യാപിറ്റൽ ആക്കണമെങ്കിൽ ക്യാപിറ്റൽ ആക്കാം. അല്ല ഇനി ഏതെങ്കിലും ലെറ്റേഴ്സ് മാത്രം വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. I think small is okay. And ഇതിനകത്തുള്ള ലെറ്റർ സ്പേസ്. ഇനി ഇവിടെ ലോഗോ, ഇപ്പോൾ ഈ രണ്ട് സംഭവങ്ങളും നമ്മളെ സംബന്ധിച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. രണ്ടുമായിരിക്കും ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ, അല്ല രണ്ട് ഇതും ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്ന അല്ലെങ്കിൽ വേറെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ. ഇനി നമുക്ക് നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും
ആഡ് ഓൺസ് എലമെൻസിനകത്ത് നിന്ന് ചെയ്യാം. സംതിങ് ലൈക്ക് ചെറിയ ഷ്വിൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരെണ്ണം ഇതിനകത്തുനിന്ന് സെലക്ട് ചെയ്തെടുക്കാം. ഫോട്ടോഗ്രാഫി വേണ്ട, ഡെക്കറേറ്റീവ്. ലൈൻസ്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലൈൻസോ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു എലമെൻറ്റ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. സി കൈൻഡ് ഓഫ് ദിസ്. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. റൊട്ടേഷൻ ഓപ്ഷൻ ഉണ്ട്, ഇത് വെച്ച് നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്തത് കറക്റ്റായിട്ട് വെക്കാം. That's good. തൽക്കാലത്തിന് ഇത് നിൽക്കട്ടെ. ലോഗോ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ യുണീക്ക് ആയിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ വേറൊരാൾ ഇപ്പം ഇതിനകത്ത് എല്ലായ്പ്പോഴും പറ്റുന്ന മിസ്റ്റേക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാവരും ക്യാൻവൊക്കെ ഉപയോഗിക്കുന്ന കാരണം ഇതിനകത്തുള്ള ഡീഫാൾട്ട് ലോഗോ അതുപോലെ വെക്കുന്ന സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് ഇതിനകത്തുള്ള ലോഗോസ് കറക്റ്റായിട്ട് അതിൽ കൊണ്ടുപോയിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. വേറെ ഒരു മാറ്റം വരുത്താതെ പേര് മാത്രം മാറ്റിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാര്യം വേറെ ലോഗോ എന്ന് പറയുന്നത് നമ്മളുടെ ബ്രാൻഡ് ഐഡൻറ്റിറ്റിയാണ്. സോ അത് മാറാണ്ട് അത് വേറെ ആൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ വേറെ ഒരു ഡ്യൂപ്ലിക്കേഷൻ ആണെന്ന് ഒരിക്കലും തോന്നാത്ത രീതിയിൽ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് കൊടുക്കുക, സിമിലർ ആയിട്ടുള്ള ഇമേജസ് സെർച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെർച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ആ എന്ത് പേരാണോ അല്ലെങ്കിൽ എന്ത് സംഭവമാണോ ഉദ്ദേശിക്കുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സാധനം സെലക്ട് ചെയ്ത് കണ്ടുപിടിക്കാം. ഇനി ഇതിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ കളേഴ്സ് ഒക്കെ ആഡ് ചെയ്യാനായിട്ട്, എലമെൻറ്റ്സിൽ കളേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കളർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കിട്ടും. അപ്പോൾ ഇതിൽ 2 കളേഴ്സാണുള്ളത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ കളറൊക്കെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മാറ്റം വരുത്താം. ഓക്കെ, അതുപോലെ ക്രോപ്പ് പോലെയുള്ള ഫീച്ചേഴ്സ് ഉപയോഗിക്കാം. അപ്പോൾ ഈ ലൈന് വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, ക്രോപ്പ് ഉപയോഗിച്ച് ആ ലൈന് ഒഴിവാക്കാം. ഇതിനകത്ത് ഡയറക്റ്റ് മാസ്കിംഗ് ഓപ്ഷൻ ഇല്ല, നമുക്ക് അഡീഷണൽ പ്ലഗിനൊക്കെ ഉപയോഗിച്ചിട്ട് വേണം അത് മാസ്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട്. സോ അങ്ങനെ മാസ്കിംഗ് ഒക്കെ ചെയ്ത് വെക്കാം. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണോ? ലോഗോ ഡിസൈനിങ് ഇപ്പൊ നമ്മൾ ലോഗോ എടുത്തപ്പോഴേ കണ്ടില്ലേ, സ്ക്വയർ ആണ് വന്നിട്ടുള്ളത്. ഓൾവേസ് അതെ സ്ക്വയർ എടുത്താൽ മതി. നമ്മൾ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒക്കെ ശ്രദ്ധിച്ചറിയാം, നമ്മൾ സോഷ്യൽ മീഡിയയിലും കൂടെ കണ്ടിട്ട് വേണം ലോഗോ ചെയ്യാനായിട്ട്. പണ്ടത്തെ ലോഗോസ് എല്ലാം റീഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ മിനിമലൈസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ലോഗോ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ PNG ഉപയോഗിക്കാം. ഇപ്പം എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് PNG ഉപയോഗിച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇവിടെ ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ടിക്ക് ചെയ്യണം. ഇത് പ്രീമിയം ഫീച്ചറാണ്. ടിക്ക് ചെയ്താൽ മാത്രമേ ഏതാ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മളുടെ ലോഗോസിൻ്റെ സെഗ്മെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ലോഗോ എടുത്തു കഴിഞ്ഞാൽ അതിന് ഡിഫറെൻറ്റ് ഫോംസുകൾ കാണാം. കണ്ടോ, ഇതിന് ഒരു ബ്ലാക്ക് വേർഷൻ ഉണ്ട്, അതിൻ്റെ ഒരു വൈറ്റ് വേർഷൻ ഉണ്ട്. സാധാരണ നമ്മൾ സ്റ്റാൻഡേർഡ് ഡിസൈൻ ചെയ്യുന്ന ക്ലയൻറ്റിന് വേണ്ടി ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് 3 വേരിയൻറ്റ് ഉപയോഗിക്കും. ബ്ലാക്ക്, വൈറ്റ് ആൻഡ് കളർ. 3 വേരിയൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ക്ലയൻറ്റിന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നിങ്ങളുടെ ബ്രാൻഡിന് ഉപയോഗിക്കണം. കാര്യം
നമുക്ക് എല്ലാ സമയത്തും വൈറ്റിൽ മാത്രം പ്ലേസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടാവും. ചില ആഡ് കൊടുക്കുന്നിടത്ത് ബ്ലാക്കിൽ അല്ലെങ്കിൽ ഡാർക്ക് കളറിൽ പ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു വേർഷൻ ഉണ്ടാക്കുക. ട്രാൻസ്പെറൻറ്റ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഫോട്ടോയുടെ മുകളിലൊക്കെയാണ് അത് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ട്രാൻസ്പെറൻസി വേണ്ടി വരും. അപ്പോൾ അതിനകത്ത് അത് ഉപയോഗിക്കാം. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ഒരു ലോഗോയാണ്. കെപ്സോ എന്ന് പറയുന്ന ഒരു വലിയ സംഭവമൊന്നുമില്ല, ജസ്റ്റ്. അപ്പോൾ ഇതിന് നമ്മൾ ഈ പറഞ്ഞ മാതിരി 3 വേരിയൻ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാൻ എൻ്റെ ലോഗോ കാണിക്കാം. ഡിസൈനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാൻ ഓൾറെഡി പുറത്ത് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. പുറത്ത് മീൻസ് അപ്ലോഡിനകത്താണ് ഇത് ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കണ്ടോ? ഇതാകുമ്പോൾ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആണ്, എവിടെ വേണമെങ്കിലും കൊണ്ട് പ്ലേസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണോ? ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് അവസാനമായിട്ട് മലയാളം നോക്കി പോസ്റ്റേഴ്സും അതുപോലെ തന്നെ ഫ്ലയേഴ്സൊക്കെ ചെയ്യുന്ന നോക്കി. ഇനി ഒരു കാര്യം കൂടെ, പോസ്റ്റേഴ്സിൽ ഒരു കാര്യം കൂടെ നോക്കാനുണ്ടായിരുന്നു. ദാറ്റ് ഇസ് അപ്പം നമ്മൾ ഈ ചെയ്ത സാധനം ഇൻസ്റ്റഗ്രാം സ്റ്റോറി ആയിട്ടാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് റീസൈസ് ചെയ്ത് ഇൻസ്റ്റഗ്രാം പോസ്റ്റിലേക്കും കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ റീസൈസ്, ഇത് പ്രീമിയം ഫീച്ചറാണ്. റീസൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏത് സൈസിലേക്കാണോ വേണ്ടത്, ഇപ്പോൾ 4:5 റേഷ്യോ അല്ലെങ്കിൽ സ്ക്വയർ റേഷ്യോ വാട്ടെവർ, ഏത് ഫോർമാറ്റിലേക്ക് വേണമെങ്കിലും അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഞാനത് പോസ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. കോപ്പി ആൻഡ് റീസൈസ് എന്ന് പറയുന്ന ഓപ്ഷനും റീസൈസ് ദിസ് ഡിസൈൻ എന്ന് പറയുന്ന 2 ഓപ്ഷൻ കിട്ടും. ഐ റെക്കമെൻഡ് കോപ്പി ആൻഡ് റീസൈസ്. ഇവരും റെക്കമെൻഡ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഡിസൈനിന് കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും വരില്ല, അത് ഉപയോഗിക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ആൻഡ് ഓപ്പൺ കൊടുക്കുക. സി, ആ ഒരു സൈസിലേക്ക് ഇത് റീസൈസ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ചെറിയ മാറ്റങ്ങൾ വരും, അത് വരുത്തുക. അപ്പോൾ ഇത് മൾട്ടിപ്പിൾ സാധനങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് മൾട്ടിപ്പിൾ കൊടുത്തിട്ട് ഇതെല്ലാം സെലക്ട് ചെയ്ത് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. സൈസിനനുസരിച്ച് വേണ്ട ഒരു റീഅറേഞ്ച്മെൻറ്റും കൂടെ ചെയ്ത് കൊടുക്കുക. ഇനി സപ്പോസ് നിങ്ങൾ ഇതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ലൈക്ക് നിങ്ങൾക്കിത് ഒരു ആപ്റ്റ് ആയിട്ടുള്ള സാധനമായിട്ട് തോന്നിയില്ല, അല്ലെങ്കിൽ ഫ്രീ വേർഷനൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ജസ്റ്റ് ക്രിയേറ്റ് കൊടുക്കുക. ഏത് സൈസാണോ വേണ്ടത് ആ സൈസ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ലൈക്ക് ഇപ്പോൾ 1:1 റേഷ്യോ ആണെന്ന് വെച്ചോ. 1:1 റേഷ്യോ. ഇൻസ്റ്റാ സ്ക്വയർ സെലക്ട് ചെയ്യുന്നു. നിങ്ങളുടെ ഡിസൈൻ ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും സൈസാണ്, ആ ലിസ്റ്റിലൊന്നും ഇല്ലാത്ത സൈസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. പോസ്റ്റ് സെലക്ട് ചെയ്യുന്നു. നമ്മുടെ പോസ്റ്റ് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് സെറ്റ് ആയിക്കോളും, ഇങ്ങനെ വരും. സോ ഇനി ആവശ്യാനുസരണം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ചോയ്സിനനുസരിച്ച് റീഡിസൈൻ ചെയ്യാം. ജസ്റ്റ് ഒന്ന് അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യേണ്ടി വരും. ദാറ്റ്സ് ഓൾ. ക്ലിയർ? ഇതാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് വീഡിയോയുടെ കാര്യം കൂടെ നോക്കാം.